മോളുടെ കുളിയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ആ മോളെ, ഇനി നമുക്ക് അമ്പലത്തിൽ പോയിട്ട് കണ്ണന്റെയും മഹാലക്ഷ്മിയുടെ സർവനാശത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മോൾക്ക് കമലേശ്വരം തറവാടിന്റെയും അവന്റെ ബിസിനസിന്റെയും തലപ്പത്ത് ഉണ്ണി മോളും എത്തണമെന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. പറഞ്ഞു നാവെടുത്തില്ല, അവര് വരുന്നുണ്ട്. മോൾ ഇപ്പൊ കേട്ടതൊക്കെ സത്യമാകും. ആ മോളെ, ഇന്ന് പാൽപായസം കഴിപ്പിക്കേണ്ടതായിരുന്നല്ലോ, കയ്യിലതൊന്നും കാണുന്നില്ല. ഇന്നെന്താ പാൽപായസം ഒന്നും കഴിപ്പിച്ചില്ലേ? പാൽപായസത്തിന് വേണ്ടി മോള് കാത്തിരിക്കുകയായിരുന്നു. പായസം 10-10 കിട്ടത്തുള്ളൂ. ആണോ? എന്നാ പിന്നെ ഞാനും മോളും അമ്പലത്തിൽ പോകുന്നുണ്ട്. ആ സമയത്ത് വാങ്ങിച്ചാ മതിയോ? മതി. എന്റെ കയ്യിലേ നിനക്ക് വില കൂടിയ വളയും മാലയൊന്നും വാങ്ങിച്ചു തരാനുള്ള പൈസയൊന്നുമില്ല. ഞാൻ അത്രയും വലിയ പണക്കാരനൊന്നുമല്ല, ഒരു പാവപ്പെട്ടവൻ. എന്റെ ഭാര്യയ്ക്ക് എന്റെ വക ഒരു സാരി. എന്താടി അന്തം വിട്ട് നോക്കുന്നേ? ഐശ്വര്യമായിട്ട് അവൻ തരുന്നതല്ലേ, വാങ്ങിക്കോ. വാങ്ങിച്ചോമ്മേ. എന്റെ ഒരു പിറന്നാളിനും ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ശരിക്കൊന്ന് ഞെട്ടിപ്പോയതാ. അല്ല, മരുമോനും മോളും വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ തരുമ്പോ ഞാനിനി ഒന്നും തരാതിരുന്ന നീ എന്നെ കളഞ്ഞിട്ടങ്ങ് പോയാലോ. അതുകൊണ്ട് എന്റെ വക ഇതിരിക്കട്ടെ എന്ന് കരുതി. എനിക്ക് സമ്മാനമൊന്നും തന്നില്ലേലും കുഴപ്പമില്ല. എന്റെ മോളോടും മരുമോനോടും നിങ്ങളൊക്കെ കുറച്ച് കരുണ കാണിച്ചാ മതി. ഞങ്ങൾക്ക് ഇവളോടും കണ്ണനോടും കുറച്ച് അസൂയും കുശുമ്പും ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ മോളെക്കാളും നല്ല ജീവിതം ഇവക്ക് കിട്ടിയതിന്റെ വേദനയും ഉണ്ടായിരുന്നു. അതൊക്കെ സത്യ. പക്ഷെ അനുഭവങ്ങൾ കൊണ്ട് പലതും ഞങ്ങൾ പഠിച്ചു. അതുകൊണ്ട് പറഞ്ഞതാ. ഇനി ഞങ്ങൾക്ക് പകയും പ്രതികാരവും ഒന്നുമില്ല. അല്ല, അത് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല കേട്ടോ. ഞങ്ങളുടെ മനസ്സെന്താണെന്ന് നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ പിറന്നാളായിട്ട് രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് പിറന്നാൾ സദ്യ ഒരുക്കണ്ടായോ? വാ കഴിക്കാം. ഞാൻ കഴിക്കാനൊന്നും നിൽക്കുന്നില്ല. കണ്ണേട്ടന്റെ ഈ മാസത്തെ ട്രീറ്റ്മെന്റ് ഇന്നത്തോടെ കഴിയും. കണ്ണേട്ടനെയും കൂട്ടി പിറന്നാൾ സദ്യ കഴിക്കാൻ വരാം. ഞാൻ പോയിട്ട് വരാമേ. ശരി മോളെ.